ഇന്നലെ മുന്നിൽ നിന്നാൽ ഇന്ന് പുറകോട്ട് എന്ന് പറഞ്ഞ കാഴ്ചയാണ്. ഗെയിം കളിച്ചിട്ടോ ഗെയിം കളിക്കാതെ പുറകോട്ട് ഷാനവാസൊക്കെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഷാനവാസൊക്കെ നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു മൈൻഡ് ഗെയിമറാണ്. ഇന്നലത്തെ ഒരു ഡിബേറ്റിലൂടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ പടിപ്പുരയിൽ പോകുന്ന ഗെയിമിൽ നല്ല രീതിയിൽ ബുദ്ധിപരമായി അവന് ഫസ്റ്റ് കൊടുയില്ല നമുക്ക് പണിപ്പുര കയറാൻ പറ്റില്ല എന്ന് എല്ലാ മണ്ടന്മാരുടെ ചെവിയിലും വേദ ഊതിയിട്ട് ലാസ്റ്റ് തിരിച്ചു പോയൊരു കാഴ്ചയാണ്. ഷാനവാസിൻ്റെ ഗെയിം കാരണം ഷാനവാസിക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. മൈൻഡ് ഗെയിമിൻ്റെ ഉസ്താദാണ്. പക്ഷേ ഷാനവാസിക്ക് പുറകോട്ടായ കാഴ്ചയാണ്. 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. 3ാം സ്ഥാനത്തേക്ക് അപ്പാനി ശരത്തിന് 3ാം സ്ഥാനത്ത് നാളെ ആകുമ്പോഴത്തേക്കും നല്ല താഴോട്ട് പോകും. കാര്യം വേറെ ഒന്നുമില്ല, അപ്പാനി ശരത്തും അനുമോളും കൂടെയാണ് അനീഷിനെ സഹായിക്കാനായിട്ട് ഇന്ന് ഇറങ്ങുന്നത്. ഇന്നലെ അനുമോളും അപ്പാനി ശരത്തും കൂടെ ഇന്നലെ പറ്റിച്ച് ആ താക്കോലെടുക്കാൻ പറ്റുന്നില്ല ഡ്രാമയായിരുന്നു. ഇന്നും സെയിം ഡ്രാമയാണ് അവർ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ അനീഷിനെ അവർ പുറത്താക്കുള്ള കാഴ്ചയാണ്. അങ്ങനെ ബിഗ് ബോസ് ചോദിക്കുന്നു, അനീഷ് നിങ്ങൾ തൃപ്തരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തൃപ്തരല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഡിബേറ്റ് പോകുന്നു. പക്ഷേ അത് ആർക്ക് അനുകൂലമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് അനുകൂലമാവുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുന്ന ചോറ് തന്നെയാണ്. ഇവർ മനഃപൂർവ്വം പുറത്താക്കുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ അനീഷ് കാരണം എന്നുവെച്ചാൽ ഒരു 9 ആകുമ്പോഴത്തേക്ക് അപ്പാനീൻ്റെ വോട്ടിങ് നല്ല താഴ്ത്തു ഉറപ്പാണ്. സോ ഗൈസ്, ഏറ്റവും അവസാനത്തേക്ക് നവീനെ തള്ളിയിട്ടേക്കാണ്. ഈ പൈൽ എന്തിട്ട് കാണിക്കുന്നത്? ഈ പൈലിനെ അറിയാമല്ലോ, രാവിലെ ആകുമ്പോൾ എപ്പോൾ നോക്കിയാലും തക്കാളിയും തിന്ന് കട്ടും മൂട്ടിച്ച് കഴിക്കുന്നതാണ്. പക്ഷേ അതൊരു ഫണ്ണാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ ആഴ്ചയും ഒരു ഫണ്ണി തന്നെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അടിച്ചു വെച്ച് കൊടുക്കാൻ തോന്നുന്നില്ല. ചാർലി ചാപ്പിൻ പറഞ്ഞാൽ ഒരു തമാശ കണ്ട് ചിരിക്കുക, ഓക്കെ, എപ്പോഴും കണ്ടു വെച്ച് അങ്ങനെ ഇരിക്കൂടെ. സോ ഗൈസ്, നെക്സ്റ്റ് അക്ബറാണ്. അക്ബറിനെല്ലാവർക്കും അറിയാം. അക്ബർ ഇന്നലെ ഒരു ചീത്തയൊക്കെ വിളിച്ച് ഉടനെ ഇതിനെക്കാട്ടി 4 ഇരട്ടി ചീത്തയും വിരൽ വെച്ച് ആംഗ്യം കാണിച്ചിട്ട് ബിഗ് ബോസ് വലിയ ആക്ഷനോ കാര്യങ്ങളോ എടുത്തില്ല. ഉടനെ മണ്ടന്മാരെല്ലാം പോയി ക്യാമറ കിടന്ന് മെഴുകുകയാണ്. ഇവന്മാരെല്ലാം വന്നവർ ഒന്നും പറയാൻ വാക്കുകളില്ല. 4ാം സ്ഥാനം അക്ബറുണ്ട്. അക്ബർ കിടുക്കാച്ചി കയറുക. അടുത്ത 7ാം സ്ഥാനത്തേക്ക് മുൻതള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. നോറ, ആദില, ഇവർ രണ്ടുപേരും നല്ലൊരു ഗെയിമറാണ്. ചില സമയത്തൊക്കെയാണ് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്തൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്. അവരേതായ ഒരു അവിടെ കാണിക്കുന്നുണ്ട്. ചിലവരൊന്നും ഇവരെ പോലും അറിവ് പോലും ഇല്ല. ചിലവരൊക്കെ 17 പേര് വേറെ അറിവൊന്നും ഇല്ലാത്ത ഇനിയും അതിൻ്റെ അകത്തുണ്ട്. ബിൻസിയെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ ബിൻസി ഇന്നലെ ഒന്നും ഗെയിമൊന്നും കളിച്ചില്ല. ഇന്നലെ ബിൻസിയെ 9:45 ഞാൻ കണ്ടതൊന്നുമില്ല. ഇന്നലെ ഒരു വഴക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരുടെയും പിടിച്ചു മാറ്റാനോ ഇന്ന് കഴിക്കുന്ന പോലും ഡാൻസ് കളിക്കാൻ മാത്രം കണ്ട് പിന്നെ കണ്ട പോലും ഇല്ല. അതുകൊണ്ട് തന്നെ 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗേസ്, അടുത്ത് നമുക്ക് ബിൻസി ഗെയിമൊന്നും കളിക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത് ബിന്നിയാണ്. ബിന്നി ഇന്നലെ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. 9ാം സ്ഥാനം 2700 വോട്ടാണ്. എന്ന് വെച്ചാൽ ഇവരൊന്നും ഗെയിം കളിക്കില്ല. ഗെയിം കളിക്കുക ഇവരൊക്കെ എന്തിനാണ് നിർത്തിക്കണം എനിക്ക് അറിഞ്ഞൂടി. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യത്തെ എവിഷൻ ലാലേട്ട് വരെ 5 പേരെങ്കിലും പുറത്താക്കണം. ആൾക്കാരെണ്ണം കുറയുമ്പോൾ മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒരു 10-17 പേരിക്കുമ്പോൾ എവിടെയെങ്കിലും കളിച്ചിരുന്നു കഴിഞ്ഞാൽ ആളെ കാണാനും പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാത്തിനും പുറത്താക്കണം. ഒരു 6-7 പേരെയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. സോ ഗേസ്, അടുത്ത് നമ്മൾ കാണിക്കുന്നത് ആര്യനെയാണ്. ആര്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ നല്ല ലീഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ മെനിഞ്ഞാന്ന് നല്ല ലീഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ആണെങ്കിൽ ആര്യനെയൊന്നും ഒരു 9:45 ഷോയിൽ കണ്ടേന്നുമില്ല. അതുകൊണ്ട് ആര്യനൊക്കെ പിന്തള്ളിക്കൊണ്ട് ആര്യനൊക്കെ 6ാം സ്ഥാനത്തേക്ക് പോയിരിക്കണം. 3500 വോട്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം 9:45 ഷോയിൽ ഇവർ എല്ലാം ഇടില്ല. ആ ചെറിയ ക്ലിപ്പൊക്കെ ഉള്ളൂ. ഈ ക്ലിപ്പ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വയലൻ്റ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇടപെട്ടും പിന്നെ എന്തെങ്കിലും കണ്ടൻറ്റ് ഇടുന്നവർ മാത്രമേ ഉള്ളൂ. ആര്യനൊന്നും കാണാനൊന്നുമില്ല. ആര്യനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നും മറിഞ്ഞു പോയി. ഈ കറണ്ട് വരുന്ന പോലെയാണ് ആര്യം വരുമ്പോൾ ഗെയിം കളിക്കുമ്പോൾ എവിടെയെങ്കിലും കാണും, പിന്നെ കാണില്ല, പിന്നെ പോയി. സോ ഗേസ്, ഇന്നലെ തൊട്ടേ അനുമോൾ ഭയങ്കര രീതിയിലുള്ള കലഹങ്ങളും എല്ലാം കരഞ്ഞൊക്കെ എഴുതിയൊരു ചെറിയൊരു കണ്ടൻറ്റ് ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ കരഞ്ഞ്. അങ്ങനെ അനുമോളുടെ കരച്ചിൽ ജനങ്ങൾ കേട്ടു. അങ്ങനെ 1ാം സ്ഥാനത്തേക്ക് അനുമോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. 6500 വോട്ടായിട്ട് ഷാനവാസിക്ക് തകർത്തത് ആരാ എന്നതിൻ്റെ ചോദ്യത്തിന് അനുമോൾ തന്നെയാണ്. വേറെ ആരുമില്ല സുഹൃത്തുക്കളെ, അനുമോളാണ്. ഷാനവാസിക്ക് തകർത്ത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമാണ് അനുമോൾ. സോ ഗേസ്, അടുത്ത് ജിസേലാണ്. ജിസേൽ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുന്നതാണ്. മുൻതള്ളിക്കൊണ്ടിരിക്കുകയാണ്. ജിസേൽ 7 എന്തായിരുന്നു, ഇപ്പോൾ 5ാം സ്ഥാനത്തേക്ക് 3800 വോട്ടാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം അവിടെ ആർക്കും വില കൊടുക്കുന്നില്ല. ജിസേലിൻ്റെ ഗെയിമാണ് ജിസേൽ കളിക്കുന്നത്. ഇവരെയൊക്കെ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ്, ഏറ്റവും അവസാനമായിരുന്നു ഏറ്റവും അവസാനമായിരുന്നു ശൈത്യ. അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. 2 പേര് പുറത്താണെങ്കിൽ ശൈത്യം പോവും. ശൈത്യ 10ാം സ്ഥാനമാണ്. 11ാം സ്ഥാനം നവീന്. 2 പേരാണ് ഇപ്രാവശ്യം പോകണമെങ്കിൽ ശൈത്യയ്ക്ക് പോകും. സോ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ബൈ.